ഗൈസ് എഗെയിൻ ഒരു ഡ്രോ ആണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. ഒഡീഷയ്ക്കെതിരെ ഒരു 2-2 ഡ്രോ ആണ്. കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു വിജയിക്കേണ്ട മത്സരം ഒരിക്കൽ കൂടി ഡ്രോ ആയിട്ട് പോകുന്നു എന്നുള്ളതാണ് ഈ ഒരു മത്സരത്തെ വിശേഷിപ്പിക്കേണ്ടത്. അതിൻ്റെ കാരണം എന്താണെന്ന് പറയേണ്ടല്ലോ. കാരണം നമ്മൾ ആദ്യ മിനിറ്റിൽ തന്നെ ആ 2 ഗോളുകൾ അടിച്ച് വിജയിക്കുമെന്നൊരു പ്രതീക്ഷകളൊക്കെ നൽകി കലിംഗയിൽ നമ്മൾ ഹിസ്റ്ററി മേക്ക് ചെയ്തു എന്നുള്ള ഒരു കാര്യങ്ങളിലേക്കൊക്കെ എത്തിയ സമയത്താണ് മത്സരം കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നതും കലിംഗ വീണ്ടും ഒരു ബാലി കയറാൻ മലയായിട്ട് മാറുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യ മിനിറ്റിൽ തന്നെ പറഞ്ഞ പോലെ ഒരു അറ്റാക്കിംഗ് ഇൻറ്റൻറ്റ് കാണിച്ചു. അപ്പോൾ ആദ്യം നമുക്കറിയാം ഫോളിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ബോൾ ഇൻ്റർസെപ്റ്റ് ചെയ്ത് ഡാനിഷിൻ്റെ ഒരു മുന്നേറ്റത്തിൽ നിന്ന് തന്നെയാണ് ആ കളി തുടങ്ങുന്നത് തന്നെ. പക്ഷേ അത് ഫോൾ തന്നെ അത് വീണ്ടെടുത്തു. എന്നിട്ട് ഒഡീഷയുടെ ഭാഗത്തു നിന്ന് ഒരു അറ്റാക്ക് ആ മൊമെൻറ്റിൽ തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു എൻഡ് ടു എൻഡ് ഗെയിം എന്ന് പറയുന്ന ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു മത്സരം ആദ്യത്തെ മിനിറ്റ്സിൽ തന്നെ നമുക്ക് കിട്ടി എന്നുള്ളതാണ്. എന്നാൽ ആദ്യത്തെ ഗോൾ വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നാണ്. ആ ഗോൾ വരുന്നൊരു വഴി അറിയാമല്ലോ. രാഹുൽ ഒരു പാസ് പ്രീതത്തിനായിട്ട് കൊടുക്കുന്നു. പക്ഷേ പ്രീതത്തിനെ കൃത്യമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഹെസൂസിന് അത് കിട്ടുന്നു. ഹെസൂസ് കൃത്യമായിട്ട് നോവയ്ക്ക് കൊടുത്തു. നോവയുടെ ഒന്നാമത്തെ ഒരു കർവിങ് ഗോളായിരുന്നു. അങ്ങനെയാണ് നമ്മൾ 1-0 ലീഡിലെത്തുന്നത്. അതിന് ശേഷമാണ് നോവയുടെ ഒരു റൺ ഹെസൂസിന് കൊടുക്കുന്നത്. ഹെസൂസിൻ്റെ ഒരു ക്ലിനിക്കലായിട്ടുള്ള ഒരു ഫിനിഷിംഗ് എന്ന് തന്നെ ആ ഒരു ഗോളിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. 2-0 എത്തിയ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ലീഡ് എന്ന നിലയിലേക്ക് പോയി നമ്മൾ വിജയപ്രതീക്ഷകൾ എന്ന് പറയുന്ന നിലയിലേക്കൊക്കെ നിൽക്കുന്ന സമയത്താണ് ഈ പറയുന്ന പോലെ അവരുടെ ഒരു ഫ്രീ കിക്ക് സിറ്റുവേഷൻ വരുന്നത്, അല്ലെങ്കിൽ സെറ്റ് പീസ് സിറ്റുവേഷൻ വരുന്നത്. അത് ജാഹുവിൻ്റെ ഒരു ഷോട്ട് വരുന്നു. അത് സച്ചിൻ സുരേഷിന് ക്യാച്ച് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ അത് സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ കൈകളിൽ തട്ടിയിട്ട് കൊയ്ഫിൻ്റെ ശരീരത്തിൽ തട്ടിയാണ് അത് ഗോളായിട്ട് മാറുന്നത് എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ രണ്ടാമത്തെ ഗോളിലേക്ക് വരുമ്പോഴത്തേക്കും അത് റൈറ്റിലൂടെ അവരുടെ ഒരു മൂവായിരുന്നു. അതൊരു കട്ടാക്ക് കൊടുക്കുന്നു. ദെൻ മൗറീഷ്യോ അത് പോസ്റ്റിലേക്ക് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ആ ഒരു ഗോളിലും സച്ചിൻ സുരേഷ് കൃത്യമായിട്ടുള്ള പൊസിഷനിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ബോളും ശരീരത്തിൽ തട്ടി തന്നെയാണ് പോയത്. സോ സംടൈംസ് നമുക്കറിയാം ഗോൾ കീപ്പേഴ്സൊക്കെ സേവ് ചെയ്യുന്ന ഒരു ബോളാണ് ആ ഒരു സാഹചര്യത്തിലൊക്കെ. പക്ഷേ ഭയങ്കര ക്ലോസ് ആയിരുന്നു. സോ പറഞ്ഞാൽ ആ ഒരു ക്ലിയർ ആയിട്ടുള്ള മിസ്റ്റേക്ക് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ സേവ് ചെയ്യാമായിരുന്നു എന്നുള്ള സാഹചര്യത്തിലൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. സോ അങ്ങനെ ഈ ഒരു മത്സരം ഫസ്റ്റ് ഹാഫിൽ തന്നെ ആ 4 ഗോളുകളും പറഞ്ഞു. സെക്കൻഡ് ഹാഫിൽ ഒരു ഗോൾ വരൾച്ച തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പറയേണ്ടത്. പക്ഷേ 2 ടീമുകൾക്കും ചാൻസസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പം KBFC ആണെങ്കിലും ഒഡീഷ ആണെങ്കിലും 16 ഷോട്ടുകളാണ് ഈ ഒരു മത്സരത്തിൽ ഉതിർത്തത്. ഒഡീഷയെ സംബന്ധിച്ചിടത്തോളം കൂടുതലും അവരുടെ റൈറ്റ് ഫ്ലാങ്ക്സിലൂടെയാണ് അറ്റാക്സ് ഒക്കെ വന്നതെങ്കിൽ KBFC സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി ലെഫ്റ്റ് ഫ്ലാങ്ക് അറ്റാക്സിനൊക്കെയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. സോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെയും അറ്റാക്കിംഗ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്ട്രെങ്ത് ഉള്ളൊരു മേഖലയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു മാച്ച് കാണാനായിട്ട് സാധിച്ചത്. പിന്നെ ഒഡീഷയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഡിഫെൻസീവ്ലി ചില വൾണറബിലിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് എത്രത്തോളം നമുക്ക് കൃത്യമായിട്ട് മുതലാക്കാൻ സാധിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. പിന്നെ പറഞ്ഞ പോലെ ആ ഒരു മിസ്റ്റേക്സ് ഒഴിവാക്കാമായിരുന്നതാണ്. സംടൈംസ് അങ്ങനെയാണ് അത് സംഭവിക്കും. പക്ഷേ തീർച്ചയായിട്ടും അത് റെക്ടിഫൈ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ എന്താണെങ്കിലും ഈ പറയുന്ന പോലെ ഒരു നല്ല ഗെയിം കഴിഞ്ഞ മാച്ചിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു മാച്ചിലും കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പം നോവ പറഞ്ഞല്ലോ, നോവ KBFC സംബന്ധിച്ചിടത്തോളം ഒരു ജെമ്മായിട്ട് തന്നെ മാറുകയാണ്. ഓരോ മാച്ചിലും അദ്ദേഹം തുടർച്ചയായിട്ട് ഗോൾ സ്കോർ ചെയ്യുന്നു. ഈ ഒരു മാച്ചിൽ അസിസ്റ്റും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഒരു വണ്ടർഫുൾ പെർഫോമൻസ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ. തീർച്ചയായിട്ടും ഈ സീസണിൽ KBFCയുടെ ബെസ്റ്റ് സൈനിങ് എന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഓരോ പക്ഷേ എനിക്കിന്ന് നവോച്ചയുടെ പെർഫോമൻസ് വളരെ ഇമ്പ്രസീവായിട്ട് തോന്നിയിട്ടുള്ള ഒരു ഇതാണ്. വളരെ അദ്ദേഹം ആ ഒരു ഡിഫെൻസീവ്ലി ആസ് എ വിങ് ബാക്ക് എന്ന നിലയിലാണ് അദ്ദേഹം ഒരുപാട് മികച്ച അവർക്ക് അവസരങ്ങളുണ്ടായിരുന്നു. അതൊക്കെ കൃത്യമായിട്ട് ഡിഫെൻഡ് ചെയ്യാനും ഇതെല്ലാം നല്ല രീതിയിൽ അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. അതുപോലെ രാഹുൽ KPയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കഴിഞ്ഞ 3 മാച്ചിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഈ മാച്ച് അദ്ദേഹത്തിൻ്റെ ഒരു പഴയ രാഹുൽ KPയുടെ ചില ഗ്ലിംസസ് കണ്ടിട്ടുള്ള മാച്ചാണ്. പക്ഷേ സ്റ്റിൽ നമുക്ക് ഈ ഒരു മാച്ചിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഔട്ട്പുട്ട് എന്ന് പറയുന്നൊരു കാര്യം കിട്ടിയില്ല. അദ്ദേഹത്തിന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ റണ്ണും ഒരു ഷോട്ടും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് കൃത്യമായിട്ട് ടാർഗറ്റിലേക്ക് അത് ഗോളിലേക്കൊന്നും വരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു സംഭവമാണ് ഈ ഒരു മത്സരത്തിലും പറയേണ്ടത്. എന്താണെങ്കിലും മിഗായൽ സ്റ്റാർ എന്ന് പറയുന്ന പരിശീലകനിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു ഗെയിം സ്റ്റൈലിൽ, അദ്ദേഹത്തിൻ്റെ ഫിലോസഫിയിൽ, അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് എല്ലാം നമുക്ക് തീർച്ചയായിട്ടും ഒരു ഹോപ്പ് നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. സോ ഇങ്ങനത്തെ പല സാഹചര്യങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് പറഞ്ഞ പോലെ എന്തെങ്കിലും നമുക്ക് പോസിറ്റീവ്സ് ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് തോട്ട്സ് നൽകുന്ന ഒരു പരിശീലനം തന്നെയാണ് എന്നുള്ളതാണ്. സോ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ പല മേഖലകളിലും പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ അദ്ദേഹത്തിന് ഏറെക്കുറെയൊക്കെ റെക്ടിഫൈ ചെയ്യാൻ സാധിച്ചു. നമുക്കറിയാം അപ്പാർട്ട് ഫ്രം ഇൻഡിവിജ്വൽ ഇറേഴ്സ് നമുക്ക് പറഞ്ഞ പോലെ പോസിറ്റീവ് റിസൾട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയേനെ. സോ അതൊക്കെയാണ് പറയേണ്ടത്. പിന്നെ റഫറി ഡിസിഷൻസ്, പെനാൽറ്റി ഓർ നോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അവസാനത്തെ മൊമെൻറ്റ് തീർച്ചയായിട്ടും പെനാൽറ്റി അറിയിക്കുന്നൊരു ഇത് കൊടുക്കേണ്ടത് തന്നെയായിരുന്നു. പക്ഷേ നമുക്കറിയാലോ അതിനെപ്പറ്റി ഞാൻ നമ്മളിതിപ്പോൾ പറഞ്ഞ് ഇത് ചെയ്തതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല.
സോ എഗെയിൻ നമുക്ക് പറഞ്ഞ പോലെ ഒരു 3 പോയിന്റ്സ് കിട്ടേണ്ടടുത്ത് 1 പോയിന്റ്സ് മാത്രമായിട്ട് ഒരു തൃപ്തിപ്പെടേണ്ട സാഹചര്യം വരുന്നു എന്നുള്ളതാണ്. അതാണെങ്കിൽ ഇനിയൊരു ബ്രേക്കിന് ശേഷമാണ് നമ്മൾ വീണ്ടും കളിക്കാൻ പോകുന്നത്. അപ്പോൾ എന്ത് ചേഞ്ചസ് ആയിരിക്കും ഉണ്ടാകുക, പുതിയ പ്ലേയേഴ്സ് അവൈലബിൾ അല്ലാത്ത പ്ലേയേഴ്സൊക്കെ തിരിച്ചെത്തുമോ, അത് നമുക്ക് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാകും, മിഗാൽ സ്റ്റാറെ എങ്ങനെയായിരിക്കും ഇനി കാര്യങ്ങളൊക്കെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്, ഇനി എന്തൊക്കെ റെക്ടിഫൈ ചെയ്യും, സോ നമുക്ക് ഇനിയൊരു വിന്നിങ് വേയിലോട്ട് നമുക്കൊരു നല്ലൊരു മൊമെൻറ്റത്തിലേക്കൊക്കെ വരാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. എന്താണ് നിങ്ങളുടെ ഈ ഒരു മാച്ചിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്നുള്ളത് തീർച്ചയായും കമ്പോസ് ചെയ്യാൻ പറ്റുന്ന വിഷയം.